ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ക്രിസ്താബ്ദം 1888 കുംഭമാസത്തിൽ ശിവരാത്രി നാളിലാണ് അരുവിപ്പുറത്ത് ഗുരുദേവൻ ശിവലിംഗം പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഗുരുദേവന് 32 വയസ്സുണ്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങളിൽ സഹകരിക്കുന്നവരും നാട്ടുകാരും ആയിട്ടുള്ള ഭക്തന്മാരോട് ആ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധരായി എല്ലാവരും വരണം എന്ന് ഗുരുദേവൻ പറഞ്ഞിരുന്നു. ചിലർ പൂജയ്ക്കുള്ള പൂക്കളും മറ്റും കൊണ്ടുവന്നു. അവിടെ ചെറിയൊരു പന്തലും തയ്യാറാക്കി. ശിവപ്രതിഷ്ഠ നടത്താൻ ക്ഷേത്രം വേണ്ടേ എന്ന് ചോദിച്ചവരോട്, ഇപ്പോൾ പ്രതിഷ്ഠ നടക്കട്ടെ, ക്ഷേത്രവും മറ്റും പിന്നീട് ഉണ്ടായിക്കൊള്ളും എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. അവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു പാറയെ പീഠമാക്കിക്കൊണ്ട് അവിടെ ശിവലിംഗം പ്രതിഷ്ഠിക്കുമെന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. എന്നാൽ ശിവലിംഗം എവിടെ ഇരിക്കുന്നു എന്നോ അത് ആര് കൊണ്ടുവരും എന്നോ ആര് പ്രതിഷ്ഠിക്കും എന്നോ ആർക്കും അറിഞ്ഞുകൂടാ. ഗുരുദേവന്റെ മഹത്വവും ശക്തിയും അറിയുന്നവരും ഗുരുവിൽ ഭക്തിയും ആദരവും ഉള്ളവരും ആയതുകൊണ്ട് എല്ലാവരും ഗുരുദേവൻ വേണ്ടതുപോലെ നടത്തിക്കൊള്ളും എന്ന വിശ്വാസത്തിൽ ആരും ഇതേപ്പറ്റി ആരോടും ഒന്നും ചോദിച്ചില്ല. പന്തൽ കെട്ടി തോരണങ്ങൾ തൂക്കി അലങ്കരിച്ചു. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള വിളക്കുകൾ, പൂജയ്ക്കുള്ള ദ്രവ്യങ്ങൾ മുതലായവയെല്ലാം തയ്യാറാക്കി. എല്ലാവരും നമഃശിവായ മന്ത്രം ജപിക്കാൻ നിർദ്ദേശിച്ചിട്ട് ഗുരുദേവൻ ധ്യാനനിഷ്ഠനായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചിലർക്ക് പിന്നെയും ചില സംശയം തോന്നി. ഗുരുദേവനോട് ചോദിക്കാമെന്ന് കരുതി ഗുരുദേവൻ ധ്യാനനിഷ്ഠനായിരിക്കുന്ന പർണശാലയിൽ ചെന്ന് നോക്കി. അവർ ഗുരുദേവന്റെ ശിരസിന് ചുറ്റും ഒരു പ്രഭാവലയം നിൽക്കുന്നതായും ദേഹമാസകലം സ്വർണപ്രഭയിൽ തിളക്കത്തോടുകൂടി നിൽക്കുന്നതായി അവർക്ക് തോന്നി. അത്ഭുതപരതന്ത്രരായി അവർ തിരിച്ചുപോയി നമഃശിവായം ജപിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയോളം അങ്ങനെ തന്നെ തുടർന്നു. സമയം അർദ്ധരാത്രിയായപ്പോൾ ഗുരു ധ്യാനത്തിൽ നിന്നും ഉണർന്നു. കുറച്ച് അനുചരന്മാരോടുകൂടി നദീതീരത്തേക്ക് നടന്നു. മറ്റുള്ളവർ ബന്ധവും മറ്റും കത്തിച്ച് പിടിച്ചുകൊണ്ട് പിന്നാലെ നടന്നു. പുഴയിൽ ശങ്കരൻകുഴി എന്ന കയത്തിന് സമീപം ചെന്നപ്പോൾ ആരും ഒപ്പം ഇറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരു കയത്തിൽ മുങ്ങി. മറ്റുള്ളവർ നമഃശിവായം ജപിച്ചുകൊണ്ടിരുന്നു. ഏറെ നേരമായിട്ടും ഗുരുദേവനെ കാണുന്നില്ല. ഭക്തജനങ്ങൾ പരിഭ്രാന്തരായി. ജപം ഉച്ചത്തിലായി. ചിലർ കരയുന്നത് പോലെ തോന്നി. അതാ ഒരു കൈയിൽ ശിവലിംഗവും പിടിച്ച് മറ്റേ കൈകൊണ്ട് തുഴഞ്ഞുകൊണ്ട് ഗുരുദേവൻ കയറി വരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്കുണ്ടായ സന്തോഷം അതിരറ്റതായിരുന്നു. ഗുരുദേവൻ മുങ്ങിയെടുത്ത ശിവലിംഗവും കയ്യിലേന്തിക്കൊണ്ട് മുൻപ് പ്രതിഷ്ഠയ്ക്ക് പീഠമായി കൽപ്പിച്ചിരുന്ന പാറയുടെ സമീപത്ത് വന്ന് ശിവലിംഗത്തെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണടച്ച് മൗനിയായി നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഏകദേശം 3 മണിക്കൂറോളം അങ്ങനെ തന്നെ അദ്ദേഹം നിന്നു. അതിനുശേഷം ശിവലിംഗം പീഠത്തിൽ പ്രതിഷ്ഠിച്ചു. പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു തേജോഗോളം, ഒരു മിന്നൽ പോലെ ആ ശിവലിംഗത്തിൽ വന്ന് പതിക്കുന്നതായി ചിലർ കണ്ടു. ശിവലിംഗം പീഠത്തിൽ ഒട്ടിച്ചേർന്ന ഒന്നായി തീർന്നു. അങ്ങനെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്നു. ഈ സംഭവത്തിൻ്റെ മഹത്വവും ഇതുകൊണ്ട് സമൂഹത്തിൽ വരാൻ പോകുന്നതായ മാറ്റങ്ങളും എന്തൊക്കെ ആയിരിക്കും എന്ന് അവിടെ കൂടിയിരുന്ന ഭക്തന്മാർ ചിന്തിച്ചിരുന്നുവോ ആവോ. അവർ ഈശ്വരനെ നേരിൽ കണ്ടതുപോലെ ആനന്ദനൃത്തം ആടുകയായിരുന്നു. എല്ലാവരും
എല്ലാവരെയും സൃഷ്ടിച്ചത് ദൈവമാണ്. എങ്കിൽ ആ ദൈവം എല്ലാവരുടേതുമാണ്. ദൈവത്തെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും എല്ലാവർക്കും സമാനമായ അവകാശമുണ്ട്. ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ദേവവിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്യാനുള്ള ബ്രാഹ്മണരുടെ കുത്തകാവകാശത്തെ ഗുരുദേവൻ്റെ ശിവപ്രതിഷ്ഠയോട് കൂടി ഇല്ലാതായി തീർന്നിരിക്കുന്നു. ജാതിഭേദങ്ങളില്ലാതെ മനുഷ്യരിൽ സമത്വവും സാഹോദര്യവും ഉണ്ടാകാൻ ഈ സംഭവം ഭാവിയിൽ പ്രചോദനമായി തീരും. ഇവിടെ ഗുരുദേവൻ ദൈവത്തെ സ്വതന്ത്രമാക്കുകയായിരുന്നു. ഇനി നമുക്ക് ഈ ദൈവത്തെ ആശ്രയിച്ച് സ്വയം സ്വതന്ത്രരാകാം. പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ചിലർക്ക് ചില സംശയം. ഒരാൾ പറഞ്ഞു, പ്രതിഷ്ഠയ്ക്ക് അഷ്ടബന്ധം ഉപയോഗിച്ചില്ലല്ലോ. ഗുരുദേവൻ പറഞ്ഞു, ശിവലിംഗം പീഠത്തോട് ഒട്ടിച്ചേർന്നു പോയല്ലോ. മറ്റൊരാൾക്ക് സംശയം, പ്രതിഷ്ഠിച്ച മുഹൂർത്തം ഏതാണ്? ഗുരുദേവൻ അയാളോട് ചോദിച്ചു, മുഹൂർത്തം നോക്കിയാണോ പ്രസവിക്കുന്നത്? ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയെന്ന വാർത്ത അറിഞ്ഞ് ഒരു നമ്പൂതിരി ചില അനുചരന്മാരുമായി ഗുരുവിനെ സമീപിച്ച് ഈഴവന് ശിവപ്രതിഷ്ഠ നടത്താൻ പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചു. ഗുരുദേവൻ പറഞ്ഞു, നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ഗുരുദേവൻ നമ്മുടേത് എന്ന് പറഞ്ഞ വാക്കിന് വിപുലമായ അർത്ഥമുണ്ട്. നമ്മുടേത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻ്റേതും ആണ്, നിൻ്റേതും ആണ്, എല്ലാവരുടേതും ആണ് എന്നാണ്. ഗുരുദേവൻ ഞാൻ എന്ന അർത്ഥത്തിൽ നാം എന്ന് ആണ് ഉച്ചരിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മുടേത് എന്നതിന് ഗുരുദേവൻ്റേത് എന്ന ഒരർത്ഥത്തിലും വ്യാഖ്യാനിക്കാം. അങ്ങനെയാണ് നമ്മുടേത് എന്നതിനെ ഈഴവൻ്റേത് എന്നാക്കി ഗുരു പ്രതിഷ്ഠിച്ചത് ഈഴവശിവനെ എന്നാക്കി തീർത്തത്. ഗുരുവിനെ ഈഴവനാക്കിയത് നമ്പൂതിരിയാണെന്നും കൂടി ഓർമ്മിക്കേണ്ടതുണ്ട്. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്ന് പറഞ്ഞ മഹാൻ ജാതി ശിവനെ ഈഴവശിവനെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുമോ? ഈ തെറ്റായ ധാരണ വളരെ പ്രചാരത്തിലായിരിക്കുന്നു എന്നതാണ് കഷ്ടം. ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുദേവൻ നെയ്യാറ്റിൻകരയിൽ സന്ദർശിച്ച സമയത്ത് ഒരു ഈഴവ പ്രമാണി ഗുരുദേവനോട് ചോദിച്ചു, യാതൊരു കർമ്മങ്ങളും ഇല്ലാതെ വെറുതെ ഒരു കല്ല് മുങ്ങിയെടുത്ത് പ്രതിഷ്ഠിച്ചാൽ അതിൽ ചൈതന്യമുണ്ടാകുമോ എന്ന്. അതിന് മറുപടിയായി ഗുരുദേവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നാം അവിടെ ഒരു കല്ലെടുത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരാനയെ കൊണ്ടുവന്ന് അതങ്ങിളക്കി മാറ്റിക്കൊള്ളൂ. അതായത് ശിവലിംഗം ആന പിടിച്ചാലും ഇളകുകയില്ല. ഒരിക്കലും അവിടെ ഒരു പുനഃപ്രതിഷ്ഠ വേണ്ടി വരികയില്ല. ആ ശിവലിംഗം അവിടെ പീഠത്തിൽ ഒട്ടിച്ചേർന്ന് പോലെ ആയി എന്ന് മുൻപ് തന്നെ പറഞ്ഞതാണല്ലോ. നമസ്കാരം.